നമ്മുടെ രാജ്യത്ത് 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ MBBS, BDS, BAMS, BHMS, BVSC ആൻഡ് H എന്നൊക്കെ പറയുന്ന തുടങ്ങിയ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ എഴുതുകയുണ്ടായി. കഴിഞ്ഞ മെയ് 3-നാണ് ആ പരീക്ഷ നടക്കുന്നത്. മെയ് 3-ന് നടന്ന പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ 12-ാം തീയതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ റദ്ദാക്കുകയുണ്ടായി. ഈ കാര്യത്തെ നമ്മൾ വളരെ ഗൗരവപൂർവമായി കാണേണ്ട ഒന്നാണ്. 24 ലക്ഷം വിദ്യാർത്ഥികളാണ് നമ്മുടെ രാജ്യത്ത് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തത്. നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികളുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. ആ കുടുംബത്തിന് വരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട് എത്രയാണ്, ആ കുട്ടികളുടെ അധ്വാനങ്ങൾ എത്രയാണ് എന്ന് കൃത്യമായി അറിയാവുന്ന ഒന്നാണത്. പരീക്ഷാ ഹാളുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള CCTVകളും ക്യാമറകളും ബയോമെട്രിക് വെരിഫിക്കേഷൻ ജാമറുകളും എല്ലാം സ്ഥാപിച്ചിരുന്നെങ്കിൽ പോലും പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നതിന് മുമ്പ് ചോദ്യപേപ്പർ ചോർന്നുപോയി എന്നുള്ളതാണ്. രാജസ്ഥാനിലെ സിക്കാർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാഫിയ സംഘമാണ് ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയത് എന്ന് പറയുമ്പോൾ ആ സംഘത്തിന് കേരളത്തിലെ വലിയ ഒരു മെഡിക്കൽ കോളേജുമായി ടൈപ്പ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഈ മേഖലയിലെ ചൂഷണങ്ങൾ സംസ്ഥാനങ്ങൾ കടന്ന് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അക്കാദമിക് ഇയറിനെ ബാധിച്ചു, അല്ലെങ്കിൽ അതൊരു അക്കാദമിക് കുറ്റകൃത്യം മാത്രമാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കേണ്ട ഒന്ന് മാത്രമല്ല നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയ വലിയ സാമ്പത്തിക തട്ടിപ്പുകളുണ്ട്, ലക്ഷങ്ങളുടെ ക്രമക്കേടുകളുണ്ട്. നമ്മുടെ രാജ്യം ജനാധിപത്യത്തെ ഏറെ വെല്ലുവിളിയോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് ഉത്ബുദ്ധരാവേണ്ടതുണ്ട്. നിങ്ങൾ ബംഗാളിലേക്കൊന്നെടുത്ത് പരിശോധിക്കണം. നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് വളരെ സന്തോഷത്തിലാണ്. എല്ലാ വർഷത്തേക്കാളും വലിയ പോളിംഗ് ശതമാനം നടന്നു. ഒരുപാട് ആളുകൾ വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യത്തെ മുറുകെ പിടിച്ചു. എന്നാൽ ബംഗാൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ബംഗാളിൻ്റെ ചിത്രം പേടിപ്പെടുത്തുന്ന ചിത്രമാണ്. ഒരു മണ്ഡലത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുന്നത്. അത് വെട്ടുകയും നിലവിലെ ബംഗാളിലെ മുഖ്യമന്ത്രി പരാജയപ്പെടുകയും ഫാസിസ ഭരണകൂടത്തിൻ്റെ നേതാക്കൾ ചുരുങ്ങിയ വോട്ടുകൾക്ക് ഭരണത്തിൽ വരികയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു, മറുതലയിൽ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കിക്കൊണ്ടിരിക്കുന്നു. വളർന്നു വരുന്ന സമൂഹം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുക എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇത്തരത്തിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട്. നമ്മുടെ ശ്രദ്ധകൾ അവിടേക്ക് ചെല്ലേണ്ടതുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, നീറ്റ് പരീക്ഷ നടക്കുന്ന സമയത്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ക്യാമ്പസിലേക്ക് എത്തിയ പെൺകുട്ടിയുടെ ഹിജാബ് വലിച്ചെറിക്കൊണ്ട് ചെക്കിങ് നടത്തി. എന്തിന്? ആൺകുട്ടികളെന്നോ പെൺകുട്ടികളോ എന്ന് വ്യത്യാസമില്ലാതെ അടിവസ്ത്രം വരെ പരിശോധിച്ചുകൊണ്ടാണ് നീറ്റ് പരീക്ഷയുടെ ഹാളിലേക്ക് വിദ്യാർത്ഥികളെ കയറ്റുന്നതെങ്കിൽ ആ സുരക്ഷയുടെ മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഇത്തരത്തിൽ വസ്ത്രങ്ങളുടെ പേരിലോ അതല്ലെങ്കിൽ മതകീയ ചിഹ്നങ്ങളെ മാറ്റുന്നിടത്തു മാത്രം പോരാ, പരീക്ഷയുടെ അന്തസത്തയോടുകൂടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കൃത്യമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെ പരീക്ഷ നടത്താനുള്ള ശ്രമങ്ങളിലും വേണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കൃത്യമായി ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന അട്ടിമറികളെ കുറിച്ച് നിരന്തരം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുക. അതാണ് വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുക, അതിനുവേണ്ടി വോട്ട് മേടിക്കുക എന്നതൊന്നുമല്ല. രാഷ്ട്രീയ ബോധമുള്ള പൗരന്മാരാവുക എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതിനേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയാകണം എന്നുമില്ല. നമുക്ക് കൃത്യമായി രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാവുക, ആ രാഷ്ട്രീയങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയുക എന്നതാണ് വർത്തമാന കാലഘട്ടത്തിൽ നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ട ചിന്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് CBSE +2 പരീക്ഷാ റിസൾട്ട് വരികയുണ്ടായി.
ഇന്ന് 3 മണിയോടുകൂടെ നമ്മുടെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷയുടെ ഫലം വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 4,17,497 വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷയുടെ ഫലം കാത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫലം വരുന്ന സമയത്ത് രക്ഷിതാക്കളായ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൽ വരുന്ന A+കളെ കൊണ്ടല്ല ഒരു വിദ്യാർത്ഥികളുടെ മേന്മയും ഒരു വിദ്യാർത്ഥികളുടെ താഴ്ചയും അടയാളപ്പെടുത്തേണ്ടത്. മാർക്ക് പുസ്തകത്തിലെ A+കൾക്കപ്പുറത്ത് ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ A+ നേടേണ്ടത്, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ എത്രമാത്രം A+കൾക്ക് അവർ അർഹതപ്പെട്ടവരാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാർക്ക് വരുന്ന സമയത്ത് ചില കുട്ടികൾക്ക് മാർക്ക് കുറയാം, ചില കുട്ടികൾക്ക് മാർക്ക് കൂടാം. 2 കാരണം കൊണ്ടും വിദ്യാർത്ഥികളെ തളർത്താൻ പാടില്ല. മാർക്ക് കുറഞ്ഞത് കൊണ്ട് നീ മറ്റവനെ നോക്കണം, അവനെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പാരിസൺ ചെയ്യുന്നതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ ഉയരുകയല്ല ചെയ്യുന്നത്, താഴുകയാണ് ചെയ്യുന്നത്. മാർക്ക് കുറഞ്ഞാലും നമ്മുടെ കുട്ടിയാണ്, മാർക്ക് കൂടിയാലും നമ്മുടെ കുട്ടിയാണ്. ഈ അടുത്ത കാലം വരെ പരീക്ഷയുടെ പേടി കാരണം ആത്മഹത്യ ചെയ്ത കഥകൾ നമ്മുടെ സാക്ഷര കേരളത്തിൽ വരെയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ത് തന്നെയായാലും അവരെ ചേർത്ത് പിടിക്കുക. ചിലപ്പോൾ ചില തിരുത്തലുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്നോ നാളെയോ ഒന്നുമല്ല. ഇതിൻ്റെ എല്ലാം വിഷയങ്ങൾ കഴിഞ്ഞ് ശാന്തമായിരുന്ന് നമ്മുടെ മക്കളുടെ കുറവുകൾ എന്താണെങ്കിൽ അതവരോട് സൗമ്യമായി പറഞ്ഞു കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ മാർക്ക് വരുന്ന സമയത്ത് നമ്മൾ നന്നായി അവരെ ചേർത്ത് പിടിക്കുക. ആ മാർക്കിൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുക, പരാജയത്തിലും സന്തോഷിക്കുക. എൻ്റെ മകന് ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് നല്ല മാർക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ. അതുപോലെ പ്രൈമറി തലം തൊട്ട് പ്രൊഫഷണൽ തലം വരെയുള്ള സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. രക്ഷിതാക്കളെല്ലാം എൻ്റെ വിദ്യാർത്ഥികളെ എവിടെ ചേർക്കണം, ഏത് കലാലയത്തിലാണ് അഡ്മിഷൻ കിട്ടുന്നത്, ആ കലാലയത്തിൽ അഡ്മിഷൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മക്കൾക്ക് വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടുത്തെ മാനേജ്മെന്റ് ഏത് സിസ്റ്റത്തിൽ പോകുന്നവരാണ്, അവിടുത്തെ PTA കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണ്, അവിടെ റാഗിങ് എന്ന് പറയുന്ന പ്രവണതകളുണ്ടോ, അവിടുത്തെ അന്തരീക്ഷം എന്താണ്, അവിടെ സുരക്ഷിതത്വമുണ്ടോ. സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് സുരക്ഷിതത്വം വേണം. എന്താണോ വിദ്യാഭ്യാസമെങ്കിൽ അത് അതേ രൂപത്തിൽ ചരിത്രങ്ങളെ വളച്ചൊടിക്കാതെ പഠിപ്പിച്ചു കൊടുക്കുന്ന കലാലയങ്ങളെ തിരഞ്ഞെടുക്കണം. അതോടുകൂടെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ മതചിഹ്നങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന കലാലയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അറിവിനോടൊപ്പം തന്നെ സംസ്കാരത്തെയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്, മതമൂല്യങ്ങളെയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വലിയ പഠനം വേണം, വലിയ വിദ്യാഭ്യാസം വേണം എന്ന് കരുതി മതചിഹ്നങ്ങളെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കഴിഞ്ഞ വർഷത്തിലല്ലേ എറണാകുളം ജില്ലയിലുള്ള പള്ളുരുത്തിയിലൊരു സംഭവം നടന്നത്. ഞാൻ അതിലേക്ക് പ്രവേശിക്കല്ല. അന്നേരം നമ്മൾ അതിനെതിരെ പ്രക്ഷോഭത്തിലേക്ക്, സമരങ്ങളിലേക്കൊക്കെ കടക്കുന്നതിൻ്റെ മുമ്പ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുട്ടിക്കും മുന്നോട്ട് പോകാൻ പറ്റുന്ന ക്യാമ്പസ് ആണോ എന്ന് കൃത്യമായി ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കേണ്ടത്. അത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം. കോഴിക്കോട് ജില്ലയിലെ ഷഹബാസിനെ മറക്കാനാവുന്നില്ലല്ലോ. റാഗിങ്ങിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ വിദ്യാലയങ്ങളുടെ അന്തരീക്ഷം എന്താണെന്ന് നോക്കുക, പഠന പുരോഗതി എന്താണെന്ന് നോക്കുക. ഇന്ന് മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വിദ്യാലയങ്ങൾ ഉഷാറാണ്, ഞങ്ങളുടെ വിദ്യാലയങ്ങൾ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി ഒരിക്കലും ഇല്ലാതാവാൻ പാടില്ല. അമിതമായി സ്ട്രെസ് കൊടുക്കുന്ന, പഠനത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന കലാലയങ്ങളെ മറന്നേക്കുക. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏതാണോ പറ്റുന്നതെങ്കിൽ ആ ക്യാമ്പസിലേക്ക് പറഞ്ഞേക്കുക. ഈച്ചയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രൂപത്തിൽ, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നിർബന്ധമായി നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ക്യാമ്പസുകൾ ഏതാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ടത്. സംസ്കാരത്തെ സംരക്ഷിക്കണം. കഴിഞ്ഞ ദിവസം കർണാടക ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ഹിജാബ് വിവാദം കഴിഞ്ഞ വർഷത്തിൽ നടന്നു. അതിനെ തിരുത്തിക്കൊണ്ട് കർണാടക ഗവൺമെൻറ് പുതിയ രൂപത്തിലുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയും ആ നിയമത്തെ തിരുത്തുകയും ചെയ്തു. അൽഹംദുലില്ലാ. ആ രൂപത്തിലുള്ള ചില തിരുത്തലുകൾ നമ്മുടെ കേരളത്തിലും അനിവാര്യമാണ്.
ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ യൂണിഫോമുകളെ ഏകീകൃതമാക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കളുടെ പല സംസ്കാരങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ ഡൊണേഷൻ മേടിച്ചുകൊണ്ടാണ് +1 അടക്കമുള്ള സീറ്റുകളിലേക്ക് ഓരോ വിദ്യാർത്ഥികളെയും അഡ്മിഷൻ എടുക്കുന്നത്. ഇനി ഇപ്പോൾ കാണാം, പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള സീറ്റില്ല, മലബാർ മേഖലകളിൽ സീറ്റുകൾക്ക് കുറവാണ് എന്നുള്ള വാർത്തകളൊക്കെ വരാനിരിക്കുകയാണ്. പുതിയ ഗവൺമെൻറ് ആ രൂപത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരട്ടെ. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരട്ടെ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ മക്കളുടെ ഭാവി നമ്മൾ സുരക്ഷിതമാക്കണം. എന്നാൽ നമ്മുടെ മക്കളുടെ ഭാവിയെ നമ്മൾ സുരക്ഷിതമാക്കലോട് കൂടെ തന്നെ നമ്മുടെ ഭാവിയും നമ്മൾ വളരെ സുരക്ഷിതമാക്കേണ്ടതുണ്ട്. ആ ഭാവിയെ നമ്മൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമായ ചില മാസങ്ങളെ നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ല പ്രത്യേകത കൊടുത്തത്. മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന് വലിയ പ്രത്യേകത കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ് സ്വഹാബത്ത്. അതാണ് അവർക്കുള്ള പ്രത്യേകത. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ബദരീങ്ങൾക്ക് വലിയ പ്രത്യേകത കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിരസ വഹിച്ചവരാണവർ. ബദരീങ്ങളുടെ ഗണത്തിൽ തന്നെ അശ്റത്തുൽ മുബശ്ശറ എന്ന് പറയുന്ന 10 അംഗ സംഘത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. ഇങ്ങനെ നോക്കിയാൽ നബിമാരുടെ ഗണത്തിലുമുണ്ട് ഇത്. നബിമാരുടെ ഗണത്തിൽ മുർസലീങ്ങളുണ്ട്. ആ മുർസലീങ്ങളുടെ ഗണത്തിൽ ഉലുൽ അസ്മുകളുണ്ട്. ആ ഉലുൽ അസ്മുകളുടെ ഗണത്തിൽ തന്നെ നേതാവായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഈ ഒരു താരതമ്യപ്പെടുത്തൽ മാസങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും പരിശുദ്ധ മാസമായി പരിശുദ്ധ റമളാനിനെ അടയാളപ്പെടുത്തുന്നത്. ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ ദിവസങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് അഫ്ളുൽ യൗം, ഏറ്റവും സുന്ദരമായ ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് പറയുന്നത്. ഇതുപോലെ മാസങ്ങളുടെ ഗണത്തിലുമുണ്ട്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്ത് മുന്നോട്ട് വെക്കുന്ന ദിവസം എന്ന് പറയുന്നത് വൽ ഫജ്ർ എന്ന് വെച്ചാൽ അത് പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമുൽ അശ്ർ. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ ദിവസങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ആ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് സമ്പന്നമാക്കുക എന്നുള്ളതാണ്. മറ്റൊരു മാസത്തിനില്ലാത്ത പ്രത്യേകതയാണ് ദുൽഹിജ്ജക്ക്. 3 രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങളും സമ്മേളിക്കുന്ന മാസമാണ്. എന്ന് വെച്ചാൽ ദുൽഹിജ്ജ മാസത്തിൽ നോമ്പ് സുന്നത്തുണ്ട്. പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നോമ്പ് സുന്നത്തുണ്ട്. ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ് നടക്കുന്നത്. വേറെ ഒരു മാസത്തിലും ഹജ്ജ് നടക്കാൻ പോകുന്നില്ല. ദുൽഹിജ്ജ മാസത്തിലാണ് സ്വതക്ക ധാരാളം നടക്കുന്നത്. എന്ന് വെച്ചാൽ ദുൽഹിജ്ജ മാസത്തിലാണ് ഉളുഹിയ്യത്ത് നടക്കുന്നത്. ഈ 3 സൽക്കർമ്മങ്ങളും സംഗമിക്കുന്ന ഒരേ ഒരു മാസം എന്ന് പറയുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ഇതുപോലെ മറ്റൊരു മാസവും നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ എല്ലാ നിലയിലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പെടുക്കുക എന്ന് വെച്ചാൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 9 ദിവസം നമ്മൾ നോമ്പെടുക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നല്ലോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ വയൗമ ആശൂറാ വസലാസതി അയ്യാമി മിൻ കുല്ലി ശഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്നുള്ളതാണ്. ദുൽഹിജ്ജ മാസത്തിൽ അറഫ നോമ്പ് നമ്മളൊക്കെ നോക്കുന്നവരാണ്. എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തിലുള്ള 9 ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുകളിലാണ്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു ഒരു ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്റയിലുള്ള ഒരു മഖബറയിലൂടെ രാത്രി സമയത്ത് ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ സമയങ്ങളിൽ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ദൂരെ ദൂരെ ഖബർസ്ഥാനിൽ ഒരു ഖബറിടത്തിൽ വല്ലാത്ത പ്രകാശം കാണുകയാണ്. ചുറ്റുമുള്ള ഖബറുകളിലൊന്നുമില്ലാത്ത രൂപത്തിലുള്ള വലിയ പ്രകാശം ആ ഖബർസ്ഥാനിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങി കാണുന്നത് കണ്ടപ്പോൾ
സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആലോചിച്ചു പോയി, മറ്റ് ഖബറുകളിലൊന്നുമില്ലാത്ത പ്രകാശം ഈ ഖബറിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഖബറിൽ ഈ രൂപത്തിലുള്ള പ്രകാശങ്ങൾ വരാനുള്ള കാരണം? ആ സമയത്ത് മഹാനവറുകൾ ഒരു അശരീരി കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുകയാണ്. അലൈക ബിസിയാമി അശ്രി ദിൽ ഹിജ്ജ യുഅതാലക ഫിൽ ഖബരി നൂറൻ മിസ്ലി. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നീ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസങ്ങളിൽ നീ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, എനിക്ക് ലഭിച്ചതുപോലെ ഖബറിൽ വലിയ പ്രകാശം നിങ്ങൾക്കും ലഭിക്കുമേ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആധ്യാത്മിക ലോകത്തെ ചക്രവർത്തിയാണല്ലോ. മഹാനവറുകളുടെ ജീവിതത്തിൽ മഹാനവറുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന കാഴ്ചയാണ്. ഖബറിടങ്ങളിലെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന കണ്ണുള്ളവരാണവർ. ഖബറിന്റെ അകത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാനുള്ള ചെവിയുള്ളവരാണവർ. അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചു വെച്ചവരാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു നൽകുന്ന ആനുകൂല്യങ്ങളാണത്. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഖബറിടത്തിൽ നിന്ന് പ്രകാശത്തെ ദർശിച്ചത്. ആ പ്രകാശത്തിന്റെ കാരണം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. കഴിയുന്ന ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കണം. ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്നെല്ലാവരോടും പറയാനുള്ളതല്ല. കഴിയുന്ന ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കുക. ചില ആളുകൾക്ക് കഴിയില്ല, മരുന്ന് കഴിക്കുന്നവരുണ്ടാകും, മറ്റു ബുദ്ധിമുട്ടുകളുണ്ടാകും. അല്ലാഹു തആല അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ മറ്റൊരു വലിയ സൽക്കർമ്മമാണ് ദുൽഹിജ്ജ 9-ന് അറഫയുടെ നോമ്പെടുക്കുക എന്നുള്ളത്. അറഫയുടെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. അബീ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്, സുഇല അൻ സൗമി യൗമി അറഫ, നബിയെ അറഫയുടെ നോമ്പിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നാലും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, യുകഫിറു സനതൽ മാളിയത വൽ ബാഖിയ, നിന്റെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ 1 വർഷത്തെ ദോഷങ്ങളെല്ലാം പൊറുക്കുന്നതാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 1 വർഷത്തെ ദോഷവും പൊറുക്കും, ഇനി വരാനുള്ള 1 വർഷത്തെ ദോഷവും പൊറുക്കും ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്ന് വെച്ചാൽ ഒരു വർഷത്തെ ദോഷം പൊറുക്കണമെങ്കിൽ 1 വർഷം ജീവിക്കണമല്ലോ. അതിനുള്ള ദീർഘായുസ് കൂടി കിട്ടാൻ ആ നോമ്പ് കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് അറഫയുടെ ദിവസത്തിൽ ഹാജിമാർക്കന്ന് നോമ്പുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ എന്നാണോ അറഫെങ്കിൽ അന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അവിടെ അന്നല്ലേ, അമേരിക്കയിൽ ഇന്നല്ലേ, ജപ്പാനിൽ ഇന്നല്ലേ എന്നുള്ളതല്ല. കാഞ്ഞിരക്കാട് എന്നാണെങ്കിൽ അന്ന് നോമ്പ് അനുഷ്ഠിക്കുക. പെരുമ്പാവൂർ എന്തെങ്കിലും ആയിക്കോട്ടെ, കാഞ്ഞിരക്കാട് എന്നാണോ അറഫ വരുന്നതെങ്കിൽ അന്ന് നോമ്പ് അനുഷ്ഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ പറയാം. ചരിത്ര പ്രസിദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവികതയുടെ പ്രഭാഷണം നടന്ന ദിവസമാണ് അറഫ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വയുസന്നു, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം വൽ ഫജ്ർ വലയാലിൽ അശ്ർ എന്ന സൂറത്ത് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്താണെന്ന് ഫത്ഹുൽ മുഈനിലൊക്കെ കാണാൻ കഴിയുന്നതാണ്. ആദ്യത്തെ 10 ദിവസം വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ എന്ന് പറയുന്ന സൂറത്തുകൾ പാരായണം ചെയ്യുക. അതുപോലെ ആദ്യത്തെ 10 ദിവസത്തിൽ ധാരാളം തസ്ബീഹുകൾ ചൊല്ലുക, ധാരാളം തഹ്ലീലുകൾ ചൊല്ലുക. ഇതെല്ലാം ദുൽഹിജ്ജയുടെ ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട കാര്യമാണ്. അതുപോലെ സ്വതക്ക വർദ്ധിപ്പിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉളുഹിയ്യത്ത്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ ഒരു വെള്ളിയാഴ്ച മുഴുവനായി നമ്മൾ ഉളുഹിയ്യത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞതാണ്. കൂട്ടത്തിൽ ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ വരുന്ന ഞായറാഴ്ചയോ തിങ്കളാഴ്ചയൊക്കെ ദുൽഹിജ്ജ് മാസം പിറക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുടെ ശരീരത്തിലുള്ള താടികൾ, അതുപോലെ മറ്റു രോമങ്ങൾ, നഖങ്ങൾ, ഇതൊന്നും വേർപ്പെടുത്താൻ പാടില്ല. അതെല്ലാം വേർപ്പെടുത്താതിരിക്കുക എന്നത് സുന്നത്തും വേർപ്പെടുത്തൽ കറാഹത്തുമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് വേണമെങ്കിലൊക്കെ ഒന്ന് തല മൊട്ടയടിച്ചാലും കുഴപ്പമില്ല. ദുൽഹിജ്ജ് ആയി കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി ആ വിഷയത്തെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്.
ഫൈദാ ദഖലൽ അശ്റു വഅറാദ അഹദുകും യുളഹി ഫലാ യമസ്സ മിൻ ശഅരിഹി വലാ ബശരിഹി ഷൈആ. സുനൻ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ആരെങ്കിലും ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ 10 ദിവസം എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ താടി രോമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹിൻ്റെ അധ്യാപനത്തെക്കാൾ വലിയൊരു നവോത്ഥാനത്തെ വിശ്വാസികൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് താടി വളർത്തിയാൽ എന്താ സംഭവിക്കുക? ഒരു 10 ദിവസം താടി വന്നോട്ടെ, ചിലപ്പോൾ അത് നരച്ച താടിയായിരിക്കും, എന്നാലും വേണ്ടില്ല. എത്ര മനുഷ്യരാണ് ഹജ്ജിന് പോയിക്കൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്ന അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഈ കാര്യം പാലിക്കൽ ശക്തയായ സുന്നത്താണ്. അത് സ്വകാര്യ അവയവങ്ങളിലെ രോമങ്ങളാണെങ്കിൽ പോലും അത് നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ചില മനുഷ്യർക്ക് നീക്കം ചെയ്യൽ നിർബന്ധമായി വരാം, വല്ല ഓപ്പറേഷൻ വരികയോ അല്ലെങ്കിൽ അസുഖം കാരണമൊക്കെ വരാം. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ അത് അനുവദനീയമാണ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ദിവസങ്ങളിൽ ഒരാളും തന്നെ ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആരും തന്നെ താടി രോമങ്ങളോ മറ്റോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊന്നാണ് പെരുന്നാൾ രാവ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ തക്ബീർ ധാരാളം അധികരിപ്പിക്കുക. നാളെയാണ് പെരുന്നാൾ എന്നറിഞ്ഞാൽ ഇന്നാണ് പെരുന്നാളിൻ്റെ രാവ്. ഇന്നത്തെ മഗ്‌രിബ് തൊട്ട് നാളത്തെ പെരുന്നാൾ ദിവസം വരെ നിരന്തരം തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ദുൽഹിജ്ജ 1 മുതൽ ബലിമൃഗങ്ങളെ കണ്ടാൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ആട്, മാട്, ഈ നാട്ടിൽ എന്തൊക്കെയാണ് ബലിമൃഗമായിട്ട് അറുക്കുകയെങ്കിൽ ആ മൃഗങ്ങളെ, ബലി അറുക്കുന്ന മൃഗങ്ങളെ എന്നല്ല, ബലി അറുക്കാൻ പറ്റുന്ന മൃഗങ്ങളെ കണ്ടാൽ തക്ബീർ സുന്നത്താണ്. ബലി അറുക്കുന്ന മൃഗങ്ങളെ എന്നല്ല, ബലി അറുക്കാൻ പറ്റുന്ന മൃഗങ്ങളെ കണ്ടാൽ തന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ആ കാര്യങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതാണ്. ഉളുഹിയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് ഓർമ്മപ്പെടുത്തിയ വിഷയതുകൊണ്ട് കൂടുതൽ പറയാത്തത്. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നിർബന്ധമായും ഉളുഹിയ്യത്തിന് നമ്മൾ ചേരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് സംഭവിക്കുന്ന ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ഉളുഹിയ്യത്ത് അറുക്കുന്ന സമയത്ത് ആ ബലിമൃഗത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ആദ്യമായി താഴേക്ക് വീഴുന്ന രക്തം, ആ രക്തം വീഴുന്നതോടുകൂടി അവൻ്റെ സകല ദോഷങ്ങളും പൊറുക്കും എന്നുള്ളതാണ്. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ ആദ്യമായിട്ട് വീഴുന്ന ചോരയുടെ കണം, ആ വീഴുന്ന സമയം മതി അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കാൻ എന്നുള്ളതാണ്. നീയത്ത് നന്നാക്കിക്കൊണ്ട് ഉളുഹിയ്യത്ത് അറുക്കണം എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ഉളുഹിയ്യത്ത് അറുക്കൂ എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്കറുക്കണം എന്നൊരു താല്പര്യം കണ്ടെത്തി അതിൻ്റെ ഓഹരിയും മറ്റു കാര്യങ്ങളും എല്ലാവരും ചേരുക. അതുമാത്രമല്ല, ഉളുഹിയ്യത്തിൽ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നേർച്ചയാക്കി ഉളുഹിയ്യത്താണെങ്കിൽ അതിൻ്റെ മാംസം നമുക്ക് എടുക്കാൻ പാടില്ല. സുന്നത്തും അതെ, ഉളുഹിയ്യത്ത് 2 രൂപത്തിൽ വരും. ഞാൻ തീരുമാനിക്കാണ് ഇൻഷാ അല്ലാഹ് ഈ വർഷം ഉളുഹിയ്യത്ത് അറുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് ഞാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഒരു സാധനവും ഞാൻ എടുക്കാൻ പാടില്ല. സുന്നത്തായ ഉളുഹിയ്യത്താണ് നമ്മുടെ ജമാഅത്തിൽ 3-ൽ 1 വരെ എടുക്കാം എന്നുള്ളതാണ്. 1 വരെ എടുക്കാം എന്നുള്ളതാണ്, എടുക്കണം എന്നുള്ളതല്ല. എടുക്കാം, നമുക്ക് ആവശ്യമാണെങ്കിൽ എടുക്കാം. ഏറ്റവും നല്ലത് കൊടുക്കൽ തന്നെ, സംശയമൊന്നുമില്ല. അല്പം നമുക്ക് ബർക്കത്തിനെടുക്കാം. അത് തന്നെ കരളിൻ്റെ ഭാഗം എടുക്കലാണ് സുന്നത്ത് എന്നൊക്കെ കാണാൻ പറ്റും. ബാക്കിയുള്ള ഭാഗങ്ങൾ കൊടുക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം. അങ്ങനെയാണ് സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിൽ. നിർബന്ധമായ ഉളുഹിയ്യത്താണെങ്കിൽ അതിൻ്റെ ഒരു സാധനം പോലും നമുക്കെടുക്കാൻ പാടില്ല. അത് മുഴുവനും സ്വതക്ക ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോൾ വീട്ടിലുള്ള ഉമ്മമാരൊക്കെ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവും. അവരോട് കൃത്യമായി ചോദിക്കണം, നിങ്ങൾ നേർച്ചയാക്കിയതാണോ അല്ല സുന്നത്താക്കിയതാണോ? അങ്ങനെ നേർച്ചയാക്കിയതാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ജമാഅത്ത് കമ്മിറ്റി കൃത്യമായി പറഞ്ഞു കൊടുക്കണം, ഇത് നേർച്ചയാക്കിയ ഉളുഹിയ്യത്താണ്, ഇതെൻ്റെ നേർച്ചയാക്കിയ ഓഹരിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം.